എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. പേജ് നമ്പർ 306. റിയാക്ഷൻസ് ഓഫ് ആൽക്കീൻസ്. ഹെഡിങ് എഴുതാം, റിയാക്ഷൻസ് ഓഫ് ആൽക്കീൻസ്. എഴുതി പോവാട്ടോ, ഞാൻ പറയണത് എന്റെ ഒപ്പം എഴുതുക. റിയാക്ഷൻസ് ഓഫ് ആൽക്കീൻ ഞാൻ പറഞ്ഞിട്ടുമാണ് എഴുതുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഒപ്പം എഴുതി പോവുക. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. റിയാക്ഷൻസ് ഓഫ് ആൽക്കീനിൽ നമ്മൾ പഠിക്കുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അത് HBr ആണ് മിക്കവാറും നമ്മൾ ചെയ്യുന്നത്. HBr, ഹൈഡ്രജൻ ബ്രോമൈഡ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ മാർക്കോണിക്-കോക്സ് റൂൾ അപ്ലൈ ചെയ്യണത്. മാർക്കോണിക്-കോക്സ് റൂൾ സ്പെല്ലിങ് പല സ്പെല്ലിങ് പല ഇതിൽ കിടക്കും. ഞാൻ പഠിച്ചിരിക്കുന്ന ഇങ്ങനത്തെ സ്പെല്ലിംഗ് ആണ് മാർക്കോണിക്-കോക്സ് റൂൾ. ഓക്കെ, അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മാർക്കോണിക്-കോക്സ് റൂൾ അപ്ലൈ ചെയ്യണത് അഡീഷൻ ഓഫ് HBr ആണ്. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യണേന്ന് നോക്കാം. അൺസിമെട്രിക്കൽ ആൽക്കീൻ പ്ലസ് HBr ഇങ്ങനെ വരുമ്പോഴാണ് മാർക്കോണിക്-കോക്സ് റൂൾ അപ്ലൈ ചെയ്യണത്. അൺസിമെട്രിക്കൽ ആൽക്കീൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ, എന്താണ് സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഓക്കെ, അൺസിമെട്രിക്കൽ ആൽക്കീനും സിമെട്രിക്കൽ ആൽക്കീനും എന്താണെന്ന് ഞാൻ പറയും. CH2 ഡബിൾ ബോണ്ട് CH2 ഇതൊരു സിമെട്രിക്കൽ ആൽക്കീൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ ബോണ്ടിനെ ഇവിടെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താല് ആ ഡബിൾ ബോണ്ടിന്റെ അപ്പുറവും ഇപ്പുറവും ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡും ഒരേപോലത്തെ ഗ്രൂപ്പുകളാണ് വരുന്നത്. അതുകൊണ്ട് സിമെട്രിക്കൽ എന്ന് പറയും. ഇവിടെ HBr ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് H ഇവിടെയും വരാം, Br ഇവിടെയും വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് CH2 Br CH3. ഇനി തിരിച്ചായാലും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. നോക്കേ, ഇതൊരു പ്രോഡക്റ്റ്. ഇനി നോക്കിയേ, ഈ H ഈ കാർബണിൽ വരാം, Br ഈ കാർബണിൽ വരാം. മനസ്സിലാവുന്നുണ്ടോ? എന്നാലും CH3 CH2 Br നെയിം കൊടുത്തു കഴിഞ്ഞാൽ വല്ല വ്യത്യാസം ഉണ്ടോ അവിടെ? ബ്രോമോ ഈതെയിന് രണ്ടിലും വരുള്ളൂ. അതാണ് സിമെട്രിക്കൽ ആൽക്കീനില് ഈ മാർക്കോണിക്-കോക്സ് റൂൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. HBrൽ H ആഡ് ചെയ്യണത് എന്താണ്? അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആവും. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ അപ്പുറവും ഇപ്പുറവും ഇതിനെയാണ് നമ്മൾ അഡെൻഡം. നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അഡെൻഡം എന്നുള്ള വാക്ക്. ഏത് സാധനമാണോ ആഡ് ചെയ്യുന്നത്, ഏത് കോമ്പൗണ്ട് ആണോ ആഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അഡെൻഡം എന്ന് പറയുന്നത്. ഇതാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ സിമെട്രിക്കൽ ആൽക്കീൻ ഇതാണ്. അപ്പൊ ഇനി അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്താണ്? അപ്പൊ അൺസിമെട്രിക്കൽ ആൽക്കീനില് H ഇവിടെ വന്നാലും Br ഇവിടെ വന്നാലും ഒരു വ്യത്യാസവും വരുന്നില്ല. അതേസമയം അൺസിമെട്രിക്കൽ ആൽക്കീൻ നമ്മൾ സാധാരണ എടുക്കുന്നത് പ്രൊപ്പീൻ ആണ്. പ്രൊപ്പീൻ നിങ്ങൾക്ക് ചോദിക്കാറും പ്രൊപ്പീൻ ആയിരിക്കും. CH3 CH ഡബിൾ ബോണ്ട് CH2. എല്ലാവരും എഴുതുക, CH3 CH ഡബിൾ ബോണ്ട് CH2. എപ്പോഴെല്ലാം നിങ്ങൾ ഒരു പേര് എഴുതുന്നോ, ഒരു കോമ്പൗണ്ട് എഴുതുന്നോ, അതിന്റെ താഴെ പേര് എഴുതുക, പ്രൊപ്പീൻ. പ്രൊപ്പ് 1 ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ ഡബിൾ ബോണ്ട് വന്നാലും ഇവിടെ ഡബിൾ ബോണ്ട് വന്നാലും സെയിം ആണ്, പേരിന് വ്യത്യാസം വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം കോമ്പൗണ്ട് തന്നെ ഇങ്ങനെ എഴുതാലോ, CH2 ഡബിൾ ബോണ്ട് CH CH3. ഒരു വ്യത്യാസവും വരുന്നില്ല. എല്ലാവരും എഴുതിയോ? പ്രൊപ്പീൻ പ്ലസ് HBr. H പ്ലസും Br മൈനസും ആയിട്ടാണ് ഇത് വരുന്നത്. ഈ ഡബിൾ ബോണ്ടിന്റെ ആദ്യത്തെ കേസ്, ഫസ്റ്റ് കേസ് ഞാൻ എടുക്കുന്നത് H പ്ലസ് ഇവിടെ വരും, Br ഇവിടെ വരും.
ഒന്ന് എഴുതി നോക്കിയേ. കോമ്പൗണ്ട് എച്ച് ഇവിടെ വരട്ടെ, Br ഇവിടെ വരട്ടെ. എന്തായിരിക്കും കോമ്പൗണ്ട് കിട്ടണത്? യു വിൽ ഗെറ്റ്, മനസ്സിലാൻ വേണ്ടി ഇവിടെ തന്നെയാണ് ഞാൻ എഴുതുന്നത്, CH3 CH2 CH2 Br. ഇതിനൊന്ന് പേര് കൊടുത്തേ. 1 ബ്രോമോ പ്രൊപ്പെയ്ൻ. 1 ബ്രോമോ പ്രൊപ്പെയ്ൻ. ഓക്കെ, ഇനി ഒരു പോസിബിലിറ്റിയും കൂടി തോന്നണില്ലേ നിങ്ങൾക്ക്? ഒരു പോസിബിലിറ്റിയും കൂടി തോന്നണില്ലേ? അത് ഞാൻ റെഡ് വെച്ച് എഴുതാം. എച്ച് ഇവിടെയല്ലേ വന്നത്, ഈ കാർബണിലല്ലേ വന്നത്, ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറത്തുള്ള കാർബണിലാണ് വന്നത്. ഈ എച്ച് ഇവിടെ വരട്ടെ, Br ഇവിടെ വരട്ടെ. ഒന്ന് കോമ്പൗണ്ട് എഴുതി നോക്കിയേ. പ്ലസ് കാണുന്നുണ്ടല്ലോ അല്ലെ? പ്ലസ് ഏതായിരിക്കും വരുന്നത്? CH3 CH Br. കണ്ടോ? CH2. ഇതിന്റെ പേരെന്താണ്? 2 ബ്രോമോ പ്രൊപ്പെയ്ൻ. ഇത് രണ്ടും എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതില് മേജർ പ്രോഡക്റ്റ് ഏതാണെന്ന് പറയുമ്പോ പറയുന്നത് മാർക്കോണിക് ഓഫ് റൂൾ അനുസരിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് മാർക്കോണിക് ഓഫ് റൂൾ എന്ന് നോക്കാം. എന്താണ് മാർക്കോണിക് ഓഫ് റൂൾ? നെഗറ്റീവ് പാർട്ട് ഓഫ് ആഡിങ് സബ്സ്റ്റൻസ് HBr, ഇവിടെ ഞാൻ HX എന്ന് പറയും. Negative part of HX, that is X minus. Negative part of HX എന്ന് പറഞ്ഞാൽ that is X minus. ഒരെണ്ണം പറഞ്ഞാൽ മതി. ചില ടെക്സ്റ്റിൽ H പ്ലസിന്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇതാ പഠിപ്പിക്കുന്നത്. നെഗറ്റീവ് പാർട്ട് ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ് HBr ആണെങ്കിൽ ഏതായിരിക്കും നെഗറ്റീവ് പാർട്ട്? Br മൈനസ് will go to carbon carrying less number of hydrogen atom. ഇതാണ് മാർക്കോണിക് ഓഫ്. Negative part of HBr. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. HX will go to the carbon atom carrying less number of hydrogen atom. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറമുള്ള കാർബൺ നോക്കണം കേട്ടോ. ഡബിൾ ബോണ്ടിന്റെ അത്രയും എഴുതി കഴിയുമ്പോൾ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ടതാണ്. നെഗറ്റീവ് പാർട്ട് വിൽ ഗോ ടു കാർബൺ ആറ്റം ക്യാരിങ് ലെസ് നമ്പർ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഡബിൾ ബോണ്ടിന്റെ വേറെ കാർബൺ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഡബിൾ ബോണ്ടിന്റെ കാർബൺ രണ്ടെണ്ണം. ഈ കാർബണിനെ ഞാൻ A എന്ന് പറയുന്നു, കാർബൺ A. ഇതിനെ ഞാൻ കാർബൺ B എന്ന് പറയുന്നു. ഓക്കെ, കാർബൺ എയും കാർബൺ ബിയും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇതില് ഈ കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കുറവ്, ഈ കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കുറവ്? ഈ കാർബണിലാണ് അല്ലെ, ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ ആണെങ്കിലോ 2 ഹൈഡ്രജൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങോട്ടായിരിക്കണം HBr പോകേണ്ടത് അല്ലെ? ഇതാണ് കറക്റ്റ്. അപ്പൊ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മേജർ പ്രോഡക്റ്റ് രണ്ടും എഴുതണം നിങ്ങൾ. എന്നിട്ട് മേജർ പ്രോഡക്റ്റ് എന്ന് ഇവിടെ എഴുതി വെക്കണം. മേജർ പ്രോഡക്റ്റ്. ഇത് മൈനർ പ്രോഡക്റ്റ്.
ഏറ്റവും കൂടുതൽ 2 പ്രോഡക്റ്റ് ഉണ്ടാവുമെങ്കിൽ കൂടുതൽ ഉണ്ടാവുന്ന 2-bromopropane ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയണ പ്രൊപ്പീൻ 2-bromopropane നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. പ്രൊപ്പീൻ 2-bromopropane മാർക്കോണി കോക്സ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. എല്ലാവരും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ. എന്തോ പറഞ്ഞു? ആ മേജർ പ്രോഡക്റ്റില് ലാസ്റ്റ് CH3 അല്ലേ വന്നെ? സോറി, CH3. വെരി ഗുഡ്. CH3. ക്ലിയർ ആണോ? എല്ലാവർക്കും ഡൗട്ട് മാറിയല്ലോ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എതിര് ആന്റി മാർക്കോണിക് ഓഫ് റൂൾ അല്ലെ. അടുത്തത് നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, നിങ്ങൾ അടുത്തത് എഴുതണം ആന്റി മാർക്കോണിക് ഓഫ് റൂൾ. അടുത്ത ഇതായിട്ട് എഴുതണം. നിങ്ങളുടെ ഗൈഡിലും അത്രയ്ക്ക് അങ്ങ് വ്യക്തമല്ല, നിങ്ങൾക്ക് നല്ലോണം അറിയാമെങ്കിൽ മാത്രമേ ആ ഗൈഡ് നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. ആന്റി മാർക്കോണിക് ഓഫ് റൂൾ എന്താണ്? ആന്റി മാർക്കോണിക് ഓഫ് റൂൾ പറയുന്നത് നോക്കാം. ഇതിന്റെ ഒരെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിന്റെ നേരെ എതിര് ഈ മേജർ എന്നുള്ളത് വെട്ടി മൈനർ എന്നാക്കുക. ഇതിനെ നമ്മള് മേജർ എന്നാക്കുക. ഇത് മേജർ പ്രോഡക്റ്റ് ആവും. കാരണം ഇത് പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. പെറോക്സൈഡ്. അപ്പൊ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ഒരു കോമ്പൗണ്ട് തന്നത് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ പെറോക്സൈഡ് എഴുതി. ഈ ആരോയുടെ അവിടെ പെറോക്സൈഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പെറോക്സൈഡ് എന്ന് എഴുതുമ്പോ എല്ലാവരും തെറ്റിച്ച് ഇത് എഴുതി വെച്ചു. ഇത് മാർക്കോണിക് ഓഫ് റൂൾ ആണ്. അപ്പൊ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ആന്റി മാർക്കോണിക് ഓഫ് റൂൾ. ഇനി അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതാനാണ് ചോദിക്കണമെങ്കിൽ നെഗറ്റീവ് പാർട്ട് ഓഫ് എക്സ് മൈനസ് വിൽ ഗോ ടു കാർബൺ ക്യാരിയിങ്. എന്നിട്ട് ഇവിടെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗ്രേറ്റർ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണാം. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയും. എങ്ങനെയാണ്? ഇവിടെ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആന്റി മാർക്കോണിക് ഓഫ് റൂളിന് വേറൊരു പേരാണ് പെറോക്സൈഡ് ഇഫക്റ്റ്, ഹാർഷ് ഇഫക്റ്റ്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ആന്റി മാർക്കോണിക് ഓഫ് റൂൾ ഇവിടെ പെറോക്സൈഡ് ഉണ്ടായിരിക്കും. മേജർ വെട്ടി മൈനറിനാക്കുക, മൈനർ വെട്ടി മേജറിനാക്കുക. നിങ്ങൾ 2 ഡെഫിനിഷനും കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു. നിങ്ങൾ മാർക്കോണിക് ഓഫ് റൂൾ നന്നായിട്ട് പഠിക്കുക. നെഗറ്റീവ് പാർട്ട് വിൽ ഗോ ടു ദ കാർബൺ ആറ്റം ക്യാരിയിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്നുള്ള അത് പഠിച്ചു വെക്കുക. എന്നിട്ട് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ലെസ് എന്നുള്ള മാറ്റി ഗ്രേറ്റർ എന്നാക്കിയാൽ മതി, റൂള് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഇത് നിങ്ങൾ തനിയെ ചെയ്യണം കേട്ടോ. But 1E എല്ലാവരും എഴുതിയ But 1E. But 1E എങ്ങനെയാണ് എഴുതുന്നത്? ഇത് അൺസിമെട്രിക്കൽ അല്ലേ? കാരണം ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് കാർബൺ. ഇവിടെ ഒരു കാർബൺ ആയിട്ട് ഇവിടെ 3 കാർബണിന്റെ ചെയിൻ. ഡബിൾ ബോണ്ട് ഇത് അൺസിമെട്രിക്കൽ ആണെന്ന് മനസ്സിലായി. But 1E നിങ്ങൾ എഴുതാൻ നേരത്ത് എപ്പോഴൊക്കെ കോമ്പൗണ്ട് എഴുതണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ അതിന്റെ താഴെ എന്ത് എഴുതണം? പേര് എഴുതണം. But 1E. ഇനി HBr മാർക്കോണിക് ഓഫ് റൂൾ അനുസരിച്ച് നെഗറ്റീവ് പാർട്ട് വിൽ ഗോ ടു ദ കാർബൺ ആറ്റം ക്യാരിയിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഒരെണ്ണം മാത്രം ഞാൻ മാർക്ക് ചെയ്യാം, H+ വിൽ ഗോ ടു ദിസ് വൺ. ഓക്കെ, അപ്പൊ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? മേജർ പ്രോഡക്റ്റ്. അത് മാത്രം എഴുതിയാൽ പോരാ, മൈനർ പ്രോഡക്റ്റ് നമ്മൾ എഴുതണം. പേര് എഴുതണം കേട്ടോ. ഇവിടെ
2 ബ്രോമോ ബ്യൂട്ടേൻ. ഇവിടെ 1 ബ്രോമോ ബ്യൂട്ടേൻ. ഇനി ഇതെല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇനി ഒന്നും കൂടെ എഴുതുക. നിങ്ങൾ ഒന്നുകൂടെ എഴുതണം. ഈ കോമ്പൗണ്ട് എഴുതിയിട്ട് ഇവിടെ പെറോക്സൈഡ് എന്ന് എഴുതിയ പെറോക്സൈഡ്. ആന്റി മാർക്കോണിക് ഓഫ് റൂൾ പെറോക്സൈഡ് ഇവ ഹാർഷ് ഇഫക്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മേജർ മാറ്റിയിട്ട് ഇത് മൈനർ എന്ന് എഴുതുക. ഇത് മേജർ പ്രോഡക്റ്റ്. Nelvin Rijo. Alvin Shiju. Hello. Alvin Shiju. ഹലോ, കേൾക്കാണല്ലോ മിസ്സേ? കേൾക്കാം. എന്താ മാർക്കോണിക് ഓഫ് റൂൾ എന്താ? മാർക്കോണിക് ഓഫ് റൂൾ എന്താ പറയുന്നത്? കേൾക്കാം. Marconic rule. The rule states that when an unsymmetrical molecule like HBr add to an unsymmetrical alkane, the negative part of the addendum get attached to the carbon atom which possesses greater number of hydrogen atoms. Okay, very good. എഴുതിയോ? അത് ആന്റി മാർക്കോണിക് ഓഫ് റൂൾ എഴുതിയോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഗൈഡില് നിങ്ങളത് ഇതുപോലെ അഡീഷൻ ഓഫ് HX ഇവിടെ ഇത് രണ്ടും മാർക്ക് ചെയ്യുക. അത് മാത്രം ഫോക്കസ് ഏരിയയിലുള്ളത്. അടുത്തത് അതിന്റെ താഴെ തന്നെ പേജ് 306 തന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ഫ്രം കാൽസ്യം കാർബൈഡ്. ഏഞ്ചൽ ഗിഫ്റ്റി. Angel Gifty. ഒന്ന് വായിച്ചത്. Preparation of alkyne. On industrial scale, ethane is prepared by treating calcium carbide with water. CaC2 plus H2O gives CaOH twice plus C2H2. അടുത്ത വായിക്കണോ മിസ്സേ? വേണ്ട, അത് മതി. ഫ്രം കാൽസ്യം കാർബൈഡ് അല്ലെ, ആൽക്കൈൻ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ആൽക്കൈൻ ആണ്. നമ്മൾ ആദ്യത്തെ മെമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ് ആൽക്കൈനില്. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇത് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എപ്പോഴും ഓർക്കാം ഹൈബ്രിഡൈസേഷൻ, sp ഹൈബ്രിഡൈസേഷൻ. അസെറ്റലീന്റെ എന്ത് ചോദിച്ചാലും നിങ്ങൾ sp ഹൈബ്രിഡൈസേഷൻ ആണെന്ന് എഴുതാൻ മറന്നുപോയത്. ഇതിനൊരു പേരാണ് അസെറ്റലീൻ. ഇത് കോമൺ നെയിം ആണ്. ശരിക്കും IUPAC നെയിം എന്താണ്? 2 കാർബൺ ഉള്ള കാരണം എർത്ത്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാരണം വൈ, ഇതൈൻ, ഈതൈൻ കേട്ടോ. അപ്പൊ അസെറ്റലീൻ ഓർ ഈതൈൻ. 2 പേരും അറിഞ്ഞാലേ ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പേരും ഒക്കെ കൊടുക്കണുണ്ട്. അപ്പൊ അങ്ങനെ പേടിക്കണ്ട നിങ്ങള്. ഒരു പേര് മറന്നു പോയാലും വലിയ കുഴപ്പമില്ല. ആൽക്കൈൻ ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്ന പ്രിപ്പറേഷൻ പഠിക്കാൻ നേരത്ത് ഇങ്ങനെ ആരോ ഇട്ട് പഠിക്കുക. ഇതിലേക്ക് വരുന്ന ഒരു ഫ്ലവർ പോലെ.
റിയാക്ഷൻസ് പഠിക്കാൻ നേരത്ത് ഇതിൽ നിന്ന് ആരോ ഇട്ട് പഠിക്കുക. ഓക്കെ, ഇതൊക്കെ പറഞ്ഞത് ഓർക്കണ്ടല്ലോ എല്ലാരും. നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കിയതായിരുന്നു അത്. ഫ്രം കാൽസ്യം കാർബൈഡ്, പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാൽസ്യം കാർബൈഡ് എന്ന് എഴുതുന്ന CaCO2 ഓൺ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് വാട്ടർ. You will get CaOH twice. ഇതെല്ലാം നമുക്ക് വേണ്ട പ്രോഡക്റ്റ്. ഇത് ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മൾ എഴുതാനായിട്ട് ഇങ്ങനെ തന്നെ എഴുതുക, CH ട്രിപ്പിൾ ബോണ്ട് CH. നിങ്ങളുടെ ഗൈഡിൽ C2H2 എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ എഴുതിയാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് എഴുതിയാൽ മെമ്മറിയിൽ നിൽക്കും. നിങ്ങൾ അവിടെ എഴുതി വെക്കുക CH ട്രിപ്പിൾ ബോണ്ട് CH. എഴുതി എല്ലാരും. ഡോണാഡ്യൂഡ്, അത് മാർക്ക് ചെയ്യട്ടെ, അത് ഫോക്കസ് ഏരിയയിലുണ്ട്. അടുത്തത് ഡോണാഡ്യൂഡ്. യെസ് മിസ്. വായിച്ചോ. അടുത്ത ഫ്രം വിസിനൽ ഡൈഹാലൈഡ് വായിച്ചേ. From vicinal dihalides. Vicinal dihalides on treatment with alcoholic potassium hydroxide undergo dehydrohalogenation to form alkynyl halide, which on treatment with sodamide gives alkyne. ഈ ഡീഹൈഡ്രോഹാലജനേഷൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഡീഹൈഡ്രോഹാലജനേഷൻ. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷൻ ഫ്രം കാൽസ്യം കാർബൈഡ്, രണ്ടാമത്തത് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. നിങ്ങൾ ഇങ്ങനെ പേര് എഴുതിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞങ്ങളുടെ കാലത്തെല്ലാം പേര് എഴുതി പോയിട്ട് ഒരു സ്ട്രക്ചറിൽ ഒരു സ്റ്റെപ്പ് എഴുതാൻ, എന്താണെന്നുള്ള റീജന്റ് എഴുതാൻ വിട്ടുപോയാൽ മാർക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. വിസിനൽ ഡൈഹാലൈഡ് എന്താണ്? വിസിനൽ ഡൈഹാലൈഡ് നിങ്ങളുടെ ഗൈഡിലുള്ളത് തന്നെ എഴുതാം. CH3 CH Br CH Br CH. ഇതല്ലേ ഗൈഡിലുള്ളത്? അല്ല, ഇവിടെ H ആണ് അല്ലെ. ഇതിനെങ്ങനെ പേര് കൊടുക്കാം? എത്ര കാർബൺ ഉണ്ട്? 1 2 3 അല്ലെ. പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ അല്ലേ, പ്രൊപ്പല്ലേ പാരന്റ് വരുന്നത്. അപ്പോ നമ്പർ കൊടുക്കാൻ നേരത്തെ 1 2 ഡൈ ബ്രോമോ പ്രൊപ്പെയിൻ. 1 2 ഡൈ ബ്രോമോ പ്രൊപ്പെയിൻ. കണ്ടോ? 1 2 ഡൈ ബ്രോമോ പ്രൊപ്പെയിൻ. പേര് കൊടുക്കുന്ന മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഇതിനെ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്നത്? രണ്ട് ഹാലജൻ ആറ്റവും തൊട്ടടുത്തുള്ള കാർബണിൽ വന്നിരിക്കുന്നുണ്ട്. വിസിനൽ. വിസിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോമിൻ ആറ്റംസ് ഓൺ അഡ്ജസന്റ് കാർബൺ ആറ്റം. ബ്രോമിൻ ആറ്റംസ് ഓൺ അഡ്ജസന്റ് കാർബൺ, അടുത്തടുത്തുള്ള കാർബണിൽ വരുന്നതിനെയാണ് നമ്മള് വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്നത്. വിസിനൽ. ക്ലിയർ അല്ലേ? വിസിനൽ ഡൈഹാലൈഡ്. ഓക്കെ, അപ്പൊ വിസിനൽ എന്ന് കേൾക്കുമ്പോ ഇനി ഈ ബ്രോമിൻ രണ്ടായിട്ട് ഈ കാർബണിൽ തന്നെ വരുന്നെങ്കിൽ നമ്മൾ തന്നെ ജെം ഡൈഹാലൈഡ് എന്ന് പറയും. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രമേ പഠിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻ ഇല്ല. ഇനി നമുക്ക് ആൽക്കഹോളിക് KOH. ഞാൻ എപ്പോഴും പറയും, ഈ ആൽക്കഹോളിക് KOH എന്ന് നിങ്ങളുടെ ഒരു റിയേജന്റ് ആയിട്ട് നടന്നാല് അവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഡീഹൈഡ്രോഹാലജനേഷൻ. എന്താണ് പേര്? ഡീഹൈഡ്രോഹാലജനേഷൻ. ഈ ഡീഹൈഡ്രോഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രജനും ഹൈഡ്രജൻ ഹാലൈഡ് നഷ്ടപ്പെടുന്നു. നമ്മൾ ഡീഹൈഡ്രേഷൻ എന്നൊക്കെ പറയില്ലേ, വാട്ടർ നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രേറ്റഡ് ആയെന്നൊക്കെ പറയില്ലേ, കുറെ വോമിറ്റിങ് അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയെന്ന് നമ്മൾ പറയും. അപ്പൊ ആ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ എല്ലാം നഷ്ടപ്പെട്ടു.
ജലാംശം നഷ്ടപ്പെട്ടു. അത് ഓർത്ത് വെച്ചേക്കാം. ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഡി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, ലോസ്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പില് ഈ ഹാലജനും ഞാൻ ഇവിടെ ടിക്ക് ചെയ്യാൻ പോണി, ഈ ഹാലജനും ഈ ഹൈഡ്രജനും കൂടി പോകുന്നു. ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ബാലൻസ് ശരിയല്ലേ നോക്കി. ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന ആളുകളാണ് പോയേക്കുന്നത്. ഓക്കെ, ഡീഹൈഡ്രോ ഹാലജനേഷൻ നടന്നു. ഒരു ഹൈഡ്രജനും അടുത്ത കാർബണിൽ നിന്ന് ഒരു ഹാലജനും പോയി. ഇനി അടുത്ത സ്റ്റെപ്പില് ഇതിനെ നമ്മൾ പറയണ ആൽക്കീനൈൽ ഹാലൈഡ് എന്നാണ്. അതൊന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കണ്ടു പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വെറുതെ ഫ്രം വിസിനൽ ഡൈഹാലൈഡ് ഡീഹൈഡ്രോ ഹാലജനേഷൻ ആൽക്കഹോളിക് AH എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡമൈഡ്, സോഡമൈഡ്, സോഡിയം, സോഡ, NaNH2 ഉണ്ടോ, സോഡമൈഡ്, സോഡമൈഡ്. ഓക്കെ, അപ്പൊ വീണ്ടും ഇനി ഇവിടെ ഇതും കൂടി പോകും. അപ്പൊ എന്താ ഉണ്ടാവണ? CH3 C ട്രിപ്പിൾ ബോണ്ട് CH. അൽക്കൈൻ ഉണ്ടായത് കണ്ടോ, അൽക്കൈൻ. എവിടെയോ തെറ്റിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഗൈഡിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൈഡിലെ ഈ CH3 മാറ്റാം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആക്കാം. അല്ലെങ്കിൽ ഗൈഡിൽ നോക്കണ്ട, ടീച്ചർ എഴുതിയേക്കണത് പോലെ ഇതൊന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഗൈഡിലല്ല, ഇത് വേറൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഗൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഈ CH3 അവിടെ വരാൻ പാടില്ല ഗൈഡില്, കണ്ടോ? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഇവിടെ വരെ വന്നില്ലേ സെക്കൻഡ് സ്റ്റെപ്പില്, ഇവിടെ വരെ കറക്റ്റ് അല്ലേ? ഇവിടെ ഒരു CH3 H എന്നുള്ളടത്ത് ഒരു CH3 ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. H എന്നുള്ളടത്ത് CH3 ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ഞാൻ എഴുതി വെച്ചേക്കാം, നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് വേണ്ട. രണ്ടും എഴുതി വെച്ചേക്കും കേട്ടോ. ഗൈഡിൽ അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരും. ഗൈഡിൽ തുടങ്ങിയേക്കണ ഇത് വെച്ചാണ്, എന്നിട്ട് ഇവിടെയാണ് നിർത്തിയേക്കണത്. ഓക്കെ, ക്ലാസ് റെക്കോർഡഡ് ആണ്. നിങ്ങൾക്കപ്പോ വേണമെങ്കിൽ സമയം എടുത്ത് ചെയ്യാം. നമുക്കിപ്പോ അടുത്ത ക്ലാസ് ഉള്ളത് കാരണം ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അഡീഷൻ ഓഫ് വാട്ടർ. അതിന്റെ തൊട്ട് താഴെ തന്നെ പേജ് 307 അഡീഷൻ റിയാക്ഷൻസ് എന്ന് കണ്ടോ? അഡീഷൻ റിയാക്ഷൻസ്.
അതില് അഡീഷൻ ഓഫ് വാട്ടർ ഒന്ന് എഴുതി വെച്ചേക്കും. അഡീഷൻ ഓഫ് വാട്ടർ. ഇത് ടിക്ക് ചെയ്തു. അതിന്റെ താഴെ ഇതാ ഇവിടെ അഡീഷൻ റിയാക്ഷൻസ് എന്ന് കണ്ടോ, അവിടെ അഡീഷൻ ഓഫ് വാട്ടർ. വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇതാ ഈ QR കോഡ് സ്കാൻ ചെയ്താല്, റെക്കോർഡാണല്ലേ ക്ലാസ്, നിങ്ങളുടെ സ്കാനറില്ലേ QR കോഡ് സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് ഇത് കണ്ടോ, ടെക്സ്റ്റിന്റെ ഇവിടെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഓഡിയോ കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ട് ആ ഓഡിയോ കേൾക്കൊണ്ട് പഠിക്കാൻ പറ്റും കേട്ടോ. എന്തെല്ലാം ചെയ്താലും നമുക്ക് മനസ്സുണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അഡീഷൻ ഓഫ് വാട്ടർ. നിങ്ങളുടെ ഗൈഡിൽ തന്നിരിക്കുന്നത് നടുക്ക് നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട് CH എന്നാണ് എഴുതിയേക്കണം. എന്നിട്ട് താഴെ പ്രൊപ്പൈൻ എന്നാണ് എഴുതിയേക്കണം. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനത് ഇങ്ങനെ എഴുതി, CH3 CH ട്രിപ്പിൾ ബോണ്ട് CH പ്രൊപ്പൈൻ. ഇതാണ് പ്രൊപ്പൈൻ. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കുക. പ്രൊപ്പൈൻ CH3 ഇത് കണ്ടോ, ഇവിടെ നടുക്കിട്ടിരിക്കുന്നത് CH3 CH ട്രിപ്പിൾ ബോണ്ട് CH. സോറി, CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ഇനി ഇതില് ഈ മുകളിലുള്ളത് മാത്രമേ ഫോക്കസ് ഏരിയയിലുള്ളത്. അഡീഷൻ ഓഫ് വാട്ടർ, H2O ആഡ് ചെയ്യാൻ. H2O മാർക്കോണിക് ഓസ് റൂൾ വെച്ച് ആഡ് ചെയ്യാം. നമുക്ക് H2O നമുക്ക് എങ്ങനെ എഴുതാം, H+ into OH മൈനസ്. ഓക്കെ, അപ്പോ നെഗറ്റീവ് പാർട്ട് വിൽ ഗോ ടു കാർബൺ ആറ്റം ക്യാരിയിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഇതിലേക്കായിരിക്കും OH വരേണ്ടത്, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം, CH3 C OH. അപ്പൊ ഡബിൾ ബോണ്ട് മാറുമല്ലോ, ഒരു ബോണ്ട് മാറണം. ട്രിപ്പിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ട് ആയി. ഇവിടേക്ക് ആര് വരും, H+ വരണത് ഇവിടെ ആയിരിക്കണം, CH2. റെക്കോർഡഡ് ആണ്, സംശയമുള്ളവർ വീണ്ടും വീണ്ടും എടുത്ത് കാണുക. CH3 C OH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇനി അത് ഐസോമറൈസ് ചെയ്തതിന് ശേഷം നമുക്കുണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് CH3 C ഡബിൾ ബോണ്ട് ഓഫ് CH3. ഇതിനെയാണ് നമ്മള് പ്രൊപ്പനോൺ. 3 കാർബൺ ആറ്റവും, ഇത് കീറ്റോൺ ആണ്, അതുകൊണ്ട് ഇതിനെ നമ്മള് പ്രൊപ്പനോൺ. കോമൺ നെയിം അസറ്റോൺ. നമ്മള് നെയിൽ പോളിഷ് റിമൂവർ ഒക്കെ ആയിട്ട് എഴുതാറില്ലേ, പ്രൊപ്പനോൺ ഓർ അസറ്റോൺ എന്ന് നമുക്ക് എഴുതാം. പ്രൊപ്പനോൺ ഓർ അസറ്റോൺ. അത് മാത്രമേ പഠിക്കാനുള്ളൂ, അത് മാത്രം ടിക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് സൈക്ലിക് പോളിമറൈസേഷൻ ആണ്. സൈക്ലിക് പോളിമറൈസേഷൻ നോക്കിയേ, ഗൈഡിൽ നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട് CH അസെറ്റലീൻ. അതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മൾ വെറുതെ 3 മോളിക്യൂൾ എഴുതിയാൽ മതി, മനസ്സിലാവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഗൈഡിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ട്രിപ്പിൾ ബോണ്ട് CH CH ട്രിപ്പിൾ ബോണ്ട് CH CH ട്രിപ്പിൾ ബോണ്ട് CH. നിങ്ങൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് വെറുതെ ആൽക്കൈൻസ് പ്ലസ് വാട്ടർ യു വിൽ ഗെറ്റ് അസറ്റോൺ അല്ലെങ്കിൽ കീറ്റോൺ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പഠിക്കാൻ പല റേഞ്ചിലുള്ള കുട്ടികളാണല്ലോ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് അറിയണം, അപ്പൊ അവർക്ക് വേണ്ടി പറയുന്നു. ചില കുട്ടികൾക്ക് എല്ലാം അങ്ങനെ പഠിച്ചെടുക്കാൻ മടിയുണ്ടാവും, അവരെന്ത് വിചാരിക്കണം, ഇതെങ്കിലും പഠിച്ചെഴുതുക. ഇതുണ്ട 3 മോളിക്യൂള്, ഇത് വെറുതെ 3 CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ വെറുതെ അസെറ്റലീൻ ഓൺ റെഡ് ഹോട്ട് അയോൺ ട്യൂബ് എന്ന് വെച്ചാൽ ഭയങ്കര ഹീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം. 873 കെൽവിൻ. 873 കെൽവിൻ എന്തായിട്ട് മാറും, ബെൻസീൻ. ഇത് നമ്മള് ബെൻസീന്റെ പ്രിപ്പറേഷനും ഉപയോഗിക്കാൻ പറ്റും. ബെൻസീൻ എപ്പോഴും കോമ്പൗണ്ട് എഴുതിയ താഴെ പേര് എഴുതുക, ബെൻസീൻ. അത് മാർക്ക് ചെയ്യുക. ഇതാണ് ഫോക്കസ് ഏരിയയിലുള്ളത്. പേജ് 308 ഫസ്റ്റ് വൺ, സൈക്ലിക് പോളിമറൈസേഷൻ.
ഇനി അരോമാറ്റിക് ഹൈഡ്രോകാർബൺസില് പേജ് 310 പേജ് 310 പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ഒരെണ്ണം ഇത് തന്നെയാണ്, ഒരു പ്രിപ്പറേഷൻ ഇത് തന്നെയാണ്. സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈത്തൈൻ അസെറ്റലീൻ. കണ്ടോ, ഇത് കണ്ടോ, ഇത് ടിക്ക് ചെയ്യുക. സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈത്തൈൻ ഇപ്പൊ പഠിപ്പിച്ചതാ. പിന്നെ ഇത് നമ്മൾ കോൾസ് ഇലക്ട്രോളിറ്റിക് മെത്തേഡിൽ പഠിക്കുന്നുണ്ട്. ഡീകാർബോക്സിലേഷൻ ഓഫ് അറോമാറ്റിക് ആസിഡ്. ഡീകാർബോക്സിലേഷൻ ഓഫ് അറോമാറ്റിക് ആസിഡ് രണ്ടാമത്തത്. സമയം തീരാൻ പോവാണ്, നമ്മുടെ ടോപ്പിക് തീരേണ്ട ഇത്തിരി സ്പീഡിൽ പോവാണ്. ഡീകാർബോക്സിലേഷൻ ഓഫ്, നോക്കിയേ, ഇതാണ് ബെൻസീൻ. ഇതിന്റെ ആസിഡ് ആണ് ബെൻസോയിക് ആസിഡ്. ഇവിടെ പറയുന്ന ബെൻസോയിക് ആസിഡ്. ഈ ഹൈഡ്രജൻ മാറ്റിയിട്ട് സോഡിയം വന്നു കഴിഞ്ഞാൽ സോഡിയം ബെൻസോയേറ്റ്, സോഡിയം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് എന്ന് പറയും. അത് NaOH CaOയുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേരാണ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് നഷ്ടപ്പെടുന്നു. ഡീഹൈഡ്രോ ഹാലജനേഷൻ, ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രജനേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ബെൻസീൻ. ബെൻസീൻ. ഇനി ഫീനോളിൽ നിന്ന് എങ്ങനെയാണ്? ഫീനോൾ എന്താന്ന് ചോദിച്ചാൽ ബെൻസീൻ റിങ്ങില് OH ഗ്രൂപ്പ് ഉള്ളതിനെയാണ് ഫീനോൾ. ഫീനോൾ. ഒരിക്കൽ പരീക്ഷയ്ക്ക് വെച്ച് ഫീനോള് കൊടുത്ത ആരോ ഇട്ട് സിങ്ക് ഇങ്ങനെ എഴുതി, എന്താണ് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഫീനോളിൽ നിന്ന് ഫീനോൾ റിഡക്ഷൻ വിത്ത് സിങ്ക് യു വിൽ ഗെറ്റ് ബെൻസീൻ. അപ്പൊ അത് 3 റിയാക്ഷൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീനിലുള്ളത്. ഇനി ആകെ 2 റിയാക്ഷൻ കൂടിയേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. റിയാക്ഷൻ എന്ന് പറയുമ്പോ എങ്ങനെ എഴുതണം? ബെൻസീന്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോ നിങ്ങൾ പഠിക്കേണ്ടത് ബെൻസീൻ നടുക്ക് എഴുതാം. ബെൻസീൻ. ബെൻസീൻ റിയാക്ട് ചെയ്യുന്ന ഒരെണ്ണം ആദ്യത്തത് CH3Cl. കണ്ടോ നിങ്ങളുടെ ഗൈഡില് CH3Cl ഇത്. പിന്നെ ഒരെണ്ണം നൈട്രേഷൻ. 2 എണ്ണമേ ആകെ പഠിക്കാനുള്ള. ഫ്രീഡൽ ക്രാസ് മാർക്ക് ചെയ്തോട്ടെ, എല്ലാം കൂടി പഠിക്കണ്ട. ഫോക്കസ് ഏരിയയിൽ ഇതേ. ഫ്രീഡൽ ക്രാസ് ആൽക്കൈലേഷൻ. കണ്ടോ, ഫ്രീഡൽ ക്രാസ് ആൽക്കൈലേഷൻ. എന്താ ഇവിടെ വരുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ CH3 ഗ്രൂപ്പ് ഇവിടെ വരും. ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ടൊളുവീൻ. ഇപ്പൊ തന്നെ നമ്മൾ 3-4 കോമ്പൗണ്ട് പഠിച്ചു, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഫീനോൾ, ബെൻസോയിക് ആസിഡ്, ടൊളുവീൻ. കണ്ടോ, ടൊളുവീൻ, ഫ്രീഡൽ ക്രാസ് ആൽക്കൈലേഷൻ. ഇനി ഒരെണ്ണം എന്താ ഇവിടെ കിടക്കുന്നതാണ് നൈട്രേഷൻ. നൈട്രേഷൻ. ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. നൈട്രേഷൻ. നൈട്രേഷൻ നടക്കാൻ വേണ്ട മിക്സ്ചർ ആണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. എന്താണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4. കണ്ടോ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും. യു വിൽ ഗെറ്റ് നൈട്രോ ബെൻസീൻ. നൈട്രോ ബെൻസീൻ. കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. നൈട്രേഷൻ, നൈട്രോ ബെൻസീൻ. അപ്പൊ കുറച്ച് കോമ്പൗണ്ടുകൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ടിക്ക് ചെയ്ത് വെച്ചേക്കാം, എഴുതിയെടുക്കുക. കുറച്ച് പുതിയ കോമ്പൗണ്ടുകൾ ഓർക്കുക. നൈട്രോ ബെൻസീൻ പഠിക്കുക, ടൊളുവീൻ പഠിക്കുക, ഫീനോൾ. എന്താണ്? ബെൻസീൻ റിങ്ങില് OH വരുന്നതാണ് ഫീനോൾ. അനിലീൻ. ബെൻസീൻ റിങ്ങില് NH2 വരുന്നതാണ് അനിലീൻ. അസെറ്റോൺ ഓർ പ്രൊപ്പനോൺ CH3 CO CH3. ഈ കോമ്പൗണ്ട് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കുക. CH3 CO CH3. അസെറ്റാൽഡിഹൈഡ് CH3 CHO. അസെറ്റിക് ആസിഡ്
CH3 COOH. ബെൻസോയിക് ആസിഡ് ഇതൊക്കെ പഠിക്കണം കേട്ടോ. ബെൻസോയിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം ടീച്ചർ പറയുന്നത് ബെൻസോയിക് ആസിഡ്. ബെൻസീൻ റിങ്ങില് COOH വരുന്നു. ബെൻസീൻ റിങ്ങില് ബെൻസോയിക് ആസിഡ്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കോമ്പൗണ്ട്സുകൾ നിങ്ങൾ പരിചയപ്പെട്ട എല്ലാ കോമ്പൗണ്ട്സുകളും പഠിച്ചു വെക്കുക. അസെറ്റലീൻ അതൊക്കെ പഠിച്ചതല്ലേ? അസെറ്റലീൻ CH ട്രിപ്പിൾ ബോണ്ട് CH. മെത്തനോൾ CH3OH മെത്തനോൾ. CH3 CH2OH എത്തനോൾ. ഈ കോമ്പൗണ്ടുകളൊക്കെ നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആയിരിക്കുക. കോമ്പൗണ്ട് കണ്ടാല് പേരറിയുക. ഓക്കെ. ആയിട്ടില്ല അല്ലെ? ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ ടീച്ചർ. ഒട്ടുമിക്ക കുട്ടികളും ആ ഒരു പഠിത്തത്തിന്റെ ലൈനിലേക്ക് ആയി കഴിഞ്ഞു. കുറച്ച് പേരൂടെ ആവാനുള്ളൂ. അപ്പൊ അവരൂടെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എത്ര ട്യൂഷന് പോയാലും, പൊയ്ക്കോ ട്യൂഷന് പോണേനൊന്നും പറയുന്നില്ല, ട്യൂഷന് പോയാലും